ഹലോ ആൻറ്റി. ഹലോ ഹർഷേ, ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താ ആൻറ്റി? എന്താ വലിയ ടെൻഷൻ ഉണ്ടല്ലോ? എന്തു പറ്റി? അയ്യോ, ആ ശേഖരൻ എന്നെ വിട്ടു പോകുന്ന ലക്ഷണമില്ല ഹർഷേ. അയാൾ വീണ്ടും വന്നോ? വന്നിട്ടില്ല, പക്ഷെ അയാളുടെ ഫോട്ടോ പത്രത്തിലുണ്ട്. പത്രത്തിലോ? ആ, നീ ആ പത്രം ഒന്നെടുത്ത് നോക്ക്. ഓ, എനിക്കാണെങ്കിൽ അത് കണ്ടത് മുതൽ കയ്യും കാലും വിറയ്ക്കുന്ന പോലെ. ആൻറ്റി ടെൻഷൻ ആവാതെ, എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അതല്ല ഹർഷേ, ഞാൻ കണ്ടതുപോലെ എല്ലാവരും ആ ന്യൂസ് കണ്ടിട്ടുണ്ടാവില്ലേ? ആരെങ്കിലും അയാളെ തിരിച്ചറിഞ്ഞാലോ? എന്തായിരുന്നു ന്യൂസ്? ആൻറ്റി ആദ്യം അത് പറ. അത് അല്ല, അജ്ഞാത വാഹനമിടിച്ച് അജ്ഞാതൻ ആശുപത്രിയിലെന്ന്. അയാളുടെ ഫോട്ടോയും ആശുപത്രിയുടെ അഡ്രസ്സും എല്ലാം വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ആ, ഇനിയിപ്പോ എന്ത് ചെയ്യും? കുഞ്ഞമ്മയെ മറ്റേ കണ്ട പ്രശ്നമാവുമല്ലോ. അതെ, നീ എത്രയും പെട്ടെന്ന് ആ പത്രം എടുത്ത് മാറ്റണം. കുഞ്ഞുമ്മ കണ്ട ആളെ തിരിച്ചറിയുന്ന ഉറപ്പാ. ആൻറ്റി പേടിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഓ, ആ വണ്ടി ഇടിച്ച സമയത്ത് ആ കാലിനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ എന്നേക്കുമായിട്ടൊന്ന് രക്ഷപ്പെട്ടേനെ. അയാളെ കൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ ഞാൻ സന്തോഷവും സമാധാനവും ഒന്നും അറിഞ്ഞിട്ടില്ല. എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോയില്ലെന്ന് കരുതി ഇരിക്കുമ്പോഴാ അയാളുടെ ഒരു തിരിച്ചുവരവ്. ആൻറ്റി പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കും. ഇല്ല വർഷേ, ആ വാർത്ത കണ്ടത് മുതല് എന്റെ ശരീരത്തിന് ആകെ ഒരു തളർച്ചയാ. ഇതുവരെ മാറിയിട്ടില്ല. എനിക്കാണെങ്കിൽ ഇപ്പോഴും എന്റെ കൈയും കാലും വിറയ്ക്കുക. ദേ, ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം. എനിക്ക് നിന്നെ ഒന്ന് നേരി കാണണം. എന്നിട്ട് ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കാണണം. ശരി, ആൻറ്റി ഇങ്ങോട്ട് വാ. നമുക്ക് ഇതിന് ശാശ്വതമായൊരു പരിഹാരം തന്നെ ഉണ്ടാക്കാം. ഈ കാര്യത്തിലെന്നല്ല, ഒരു കാര്യത്തിലും ആൻറ്റി തനിച്ചല്ല. എന്തിനും ആൻറ്റിയുടെ കൂടെ ഹർഷയുണ്ടാവും. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട കേട്ടോ. അത് മാത്രമാണ് ഹർഷ എന്റെ ധൈര്യം. എന്റെ തോൽവി കാണാൻ ആഗ്രഹിക്കുന്ന മക്കളും മരുമക്കളുമായി എനിക്ക് ചുറ്റും. ഇപ്പൊ അവർക്കൊരായുധമായിട്ട് ശേഖരനെ കിട്ടിയാ അതോടെ ഞാൻ അധോഗതി തീർന്നു.